കണ്ടു സുധിച്ചേട്ടൻ്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. കുഞ്ഞ് ഋതപ്പനെ പേടിച്ചിട്ടാണ്, അതായത് ഇത് തടിയല്ലേ, തടിയെടുത്ത് ഋതപ്പൻ എടുത്ത് ഒടിച്ചു കളയും. അതുകൊണ്ട് ഋതപ്പൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഞാൻ വളരെ സേഫ് ആയിട്ട് തട്ടിനടിയിൽ വെച്ചു എന്നുള്ളത്. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ചു. ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ചേട്ടന്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി, കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പോൾ ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചേട്ടന്റെ പൊട്ടും കണ്ണെഴുതിയിരിക്കുന്നു, സൂചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാണ്. നമ്മുടെ മോനെ അങ്ങനെ ചെയ്തത് 5 വയസ്സായതേ ഉള്ളവൻ. നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? എന്റെ പൊന്നെ പ്രതീക്ഷ നീ നമ്മളോടെ കിടന്ന് നീ ഈ ഈ പറയുന്ന മണ്ഡലത്തിന് കൂട്ടു നിൽക്കരുത്. അതുപോലെ തന്നെ പരട്ടകളും. ഈ കിച്ചുവിന്റെ വീടാണ്, കിച്ചുവിന്റെ ഋതപ്പന്റെയും കൂടെയുള്ള വീടാണ്. അവനൊരു പ്രത്യേക വീടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മുറി ഉണ്ടെന്ന്, ഏത് റൂമുണ്ടാവും, റൂമുകളെല്ലാം നിറച്ച ആൾക്കാരുണ്ട്, കുറെ എണ്ണം പറ്റി കിടപ്പുണ്ട്. ഏട്ടന് മീശ, അയ്യോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു. ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? എനിക്ക് സുധിച്ചേട്ടൻ എനിക്ക് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കട്ടിന്റെ മേളിൽ കയറി, അലമാരുടെ മേളിൽ കയറി ഞാൻ കാണും എന്നുള്ളതാണ്. ഓട്ടക്കാരനെ തിരിച്ചു വന്നതിനെ പിന്നെ എങ്ങനെ സ്വീകരിക്കണം? നിങ്ങളല്ലേ